കൊല്ലം കൊട്ടാരക്കര വാഹനാപകടത്തിന് കാരണം ഡ്രൈവറുടെ അമിത വേഗതയും അശ്രദ്ധയും എന്ന് കണ്ടെത്തൽ. ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നതായും വാഹനം ഇറങ്ങുമ്പോൾ വേഗത 50 കിലോമീറ്റർ അധികമായിരുന്നുവെന്നും എൻഫോഴ്സ്മെന്റ് ആർടിഒയുടെ റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ റിപ്പോർട്ട് ഗതാഗത കമ്മീഷണർക്ക് കൈമാറി. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ഷമീർ, ഇത്ര പേരുടെ ജീവനെടുത്ത് ഇപ്പോഴും മരണത്തോട് മല്ലിടുന്ന അത്രയും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലും ഇപ്പോഴും ചികിത്സയിൽ ഒരു കുട്ടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കാരണമായത് ഡ്രൈവറുടെ വലിയ അശ്രദ്ധയും അദ്ദേഹം നടത്തുന്ന നിയമലംഘനവുമാണെന്നാണല്ലോ നിലവിൽ ഈ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രൈവർക്കെതിരെ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുമുണ്ടല്ലോ. ഷമലി, നമുക്കറിയാം കഴിഞ്ഞ ആഴ്ച നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു കൊട്ടാരക്കരയിൽ നടന്ന അപകടം. സ്കൂൾ കാത്തുനിന്ന കുട്ടികളുടെ ഇടയിലേക്ക് ഈ വാഹനം പാഞ്ഞു കയറി 2 പേർ മരിക്കുകയും ഒപ്പം തന്നെ ഒന്നിലധികം കുട്ടികൾക്ക് പരിക്കേൽക്കുകയും അതിൽ ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഗതാഗത കമ്മീഷണർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. കൊല്ലം എൻഫോഴ്സ്മെന്റ് ആർടിഒ, അതുപോലെ തന്നെ കൊട്ടാരക്കര SHO, PWD ഉദ്യോഗസ്ഥർ, മറ്റ് വകുപ്പ് തല ഉദ്യോഗസ്ഥർ എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രധാന റൂട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഭാഗം കുത്തനെയുള്ള ഒരു ഇറക്കമാണ്. ആ ഇറക്കത്തിൽ 50 km/h സ്പീഡിലാണ് ഈ വാഹനം ഇറങ്ങി വന്നത്. അതിനുശേഷം CDR പരിശോധിക്കുമ്പോൾ CDR വിവരങ്ങൾ അനുസരിച്ച് ഈ സമയം ഈ ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ T വളവിൽ വളരെ വേഗത്തിൽ അതായത് 2 സൈഡിൽ നിന്നും വാഹനങ്ങൾ അതിവേഗം കടന്നു വരുന്ന ഒരു വളവിൽ അതിവേഗത്തിൽ ഇയാളും വാഹനം വെട്ടിത്തിരിച്ചതാണ് ഈ നിയന്ത്രണം വിട്ട ഈ ടിപ്പർ ലോറി കുട്ടികളുടെ ഇടയിലേക്ക് പാഞ്ഞു കയറാൻ കാരണമായതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്തായാലും കുറ്റകരമായ അനാസ്ഥയും അമിത വേഗതയും അശ്രദ്ധയുമാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഈ ഡ്രൈവർ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ 2 കാലുകളും ഒടിഞ്ഞ് ചികിത്സയിൽ കഴിയുകയാണ്. പോലീസ് നിരീക്ഷണത്തിലാണ് അയാൾ ഇപ്പോഴുള്ളത്. ഇയാളെ മൊഴിയടക്കം എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സയ്ക്ക് ശേഷമായിരിക്കും ഈ ഡ്രൈവർക്കെതിരെ ഈ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തുക, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുക. എന്തായാലും കുറ്റകരമായ അനാസ്ഥയും അശ്രദ്ധയുമാണ് ഈ അപകടത്തിന് കാരണമെന്ന് തെളിയിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ഷാമിലി, ശരി, ഷമീറാണ് വിവരങ്ങൾ നൽകിയത്.